കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം BBAയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് ചാപ്റ്ററാണ്, ഫിനാൻസിങ് ഡിസിഷൻസ്. അതായത് ഈ ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതല്ല ഇനിയിപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമിലാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരും. ഒരു ഓർഗനൈസേഷന് അസറ്റ് വാങ്ങിക്കാൻ, അതല്ലെങ്കിൽ സ്റ്റോക്കിന്, അല്ലാന്നുണ്ടെങ്കിൽ എനിവേസ് എന്തിനു വേണ്ടിയിട്ടായാലും, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിലായാലും പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടായാലും നമുക്ക് അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ ആ ഫണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ്, അതിനെയാണ് എന്ത് പറയുന്നത്, ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു പ്രൊമോ പറഞ്ഞതാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഫിനാൻസിങ് ഡിസിഷൻസ്. ഇത് മേ ബി 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കുറേ പ്രോബ്ലമൊക്കെ വരുന്നുണ്ട്, 1-2 പ്രോബ്ലമൊക്കെ എന്താ EPA അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് EBT എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 പ്രോബ്ലമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മേ ബി പ്രോബ്ലം എന്നെക്കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, കാരണം ഞാൻ Bcom ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ BBAയും Bcom തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു സിലബസിൽ, ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു സബ്ജക്റ്റിൽ. അപ്പോൾ എനിക്ക് മേ ബി പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ തിയറി നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം മേ ബി പ്രോബ്ലത്തിനേക്കാളും തിയറി ആയിരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരിക, അല്ലാന്നുണ്ടെങ്കിൽ 50-50 ആയിരിക്കും. എങ്ങനെയായാലും തിയറി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും, കാരണം ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ ഒരുപാട് തിയറി നമുക്ക് ചോദിക്കാനുള്ളതുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയറി കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്രോബ്ലംസ് അറിയില്ല എന്നുണ്ടെങ്കിൽ, അതെല്ലാം പ്രോബ്ലംസ് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് കോളേജിൽ നിന്ന് നോട്ട്സ് തരുന്നതോ അതെല്ലാം വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ നോക്കിയോ പഠിക്കുക കേട്ടോ. മേ ബി എനിക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ആക്കി പ്രോബ്ലം കൂടെ അപ്ലോഡ് ആക്കാൻ പറ്റിയെന്ന് വരില്ല. ഇനി എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആക്കി തരാം. ഓക്കെ, അപ്പോൾ തിയറി നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോവാം. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വെക്കാം. നമുക്ക് എങ്ങനെ തിയറിയാണോ പ്രോബ്ലം ആണോ എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് വേണേൽ കുറച്ച് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വെക്കാം. എങ്ങനെയാലും നമുക്ക് ടൈമുണ്ട്, കാരണം നിങ്ങൾക്ക് ഒരു ഡിസംബർ നവംബർ ആ ഒരു മന്തിലൊക്കെ ആയിരിക്കും മേ ബി എക്സാം വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ടൈമുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് ഫിനാൻസിങ് ഡിസിഷൻ എന്താണെന്ന് നോക്കാം. ഫിനാൻസിങ് ഡിസിഷൻ റിഫേഴ്സ് ടു ഡിസിഷൻസ് റിഗാർഡിംഗ് ഫണ്ടിങ് ഓഫ് ദി ബിസിനസ് എൻ്റർപ്രൈസസ്. അതായത് ഒരു എൻ്റർപ്രൈസസിലെ ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷനെയാണ് എന്ത് പറയുന്നത്, ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് ദ വാരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ്, ഇവാലുവേറ്റിംഗ് ദി സോഴ്സസ്, സെലക്ടിങ് ദ സോഴ്സസ് ആൻഡ് ഡിസൈഡിങ് ഓൺ ദി എമൗണ്ട് ഓഫ് ഫണ്ട്സ് ടു ബി മൊബിലൈസ്ഡ് ഫ്രം ഈച്ച് സോഴ്സ്. അതായത് ഇറ്റ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് ദ വാരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ്. അതായത് നമുക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഷെയർസ് ഇഷ്യൂ ചെയ്യണോ, അതായത് പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണോ, അതെല്ലാം ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കണോ, അതെല്ലാം നമുക്ക് നമ്മുടെ ഓണേഴ്സ് ക്യാഷ് തരും. അപ്പോൾ അത് എവിടേക്കാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. എവിടെ നിന്നൊക്കെ നമുക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ കഴിയും, അതാണ് ഐഡൻറ്റിഫൈങ് ദ വാരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ്. പിന്നെ ഇവാലുവേറ്റിംഗ് ദി സോഴ്സ്, അതായത് ആ സോഴ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതായത് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് മന്ത്ലി ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് നമുക്ക് അവർക്ക് പേ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്കിനാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇപ്പോൾ ഇക്വിറ്റി ഷെയർസിനാണെങ്കിൽ അങ്ങനെ ഫിക്സഡ് എമൗണ്ട് കൊടുക്കേണ്ട, പക്ഷേ ഇവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് നമ്മൾ ഇക്വിറ്റി ഷെയർസിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ആ ഒരു സോഴ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സെലക്ടിങ് ദി സോഴ്സ് ആൻഡ് ഡിസൈഡിങ് ഓൺ ദി എമൗണ്ട് ഓഫ് ഫണ്ട്സ് ടു ബി മൊബിലൈസ്ഡ്. അതായത് അതായത് നമ്മൾ ഏത് വഴിയാണോ, ഏത് സോഴ്സിൽ നിന്നാണോ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത്, ആ സോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ സോഴ്സിൽ നിന്ന് എത്ര എമൗണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്, ഡിസൈഡിങ് ഓൺ ദി എമൗണ്ട്. അതായത് ഇപ്പോൾ പ്രിഫറൻസ് ഷെയർസ് വഴിയാണ് നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്ര പ്രിഫറൻസ് ഷെയർസാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, എന്നിട്ട് എത്ര ക്യാഷാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് വേണം നമ്മൾ ബാങ്കിന് ലോണിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇതാണ് പറയുന്നത്. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഫിനാൻസിങ് ഡിസിഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഞാനീ പറഞ്ഞത്. എന്തൊക്കെയാണ്, ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് ദ വാരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ്, ഇവാലുവേറ്റിംഗ് ദി സോഴ്സ്, സെലക്ടിങ് ദി സോഴ്സ് ആൻഡ് ഡിസൈഡിങ് ഓൺ ദി എമൗണ്ട്സ് ഓഫ് ഫണ്ട് ടു ബി മൊബിലൈസ്ഡ് ഫോർ ഈച്ച് സോഴ്സ്. ഓരോ സോഴ്സിനും എത്ര ക്യാഷ് നമ്മൾ കളക്ട് ചെയ്യണമെന്ന് ഒക്കെ അതിൽ ഇൻവോൾവ് ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഇത് ഞാൻ ഈ പറഞ്ഞ ഇത് പഠിക്കാൻ പറ്റില്ലെന്ന് എന്ത് ചെയ്യുക. ഇൻ ഷോർട്ട്, ഫിനാൻസിങ് ഡിസിഷൻ ആർ കൺസേൺഡ് വിത്ത് ഡിസൈഡിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് പ്രൊക്യൂറിങ് ഫണ്ട്സ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫണ്ട് പ്രൊക്യൂർ ചെയ്യാനുമുള്ള അതുമായിട്ട് കൺസേൺ ചെയ്തിട്ടുള്ളതാണ് എന്ത് പറയുന്നത്, ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തായാലും 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരും. മേ ബി ഫസ്റ്റത്തെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തെഴുതിക്കാം, പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആദ്യത്തെ ആ ഒരു 3 വരി ലൈൻ എഴുതിക്കുക. അതെല്ലാം പറ്റില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ആ 2 സെൻറ്റൻസ് ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ലൈൻ അത് എഴുതി വയ്ക്കുക കേട്ടോ.
ഇനി നമുക്ക് പ്രോസസ് ഓഫ് ഫിനാൻസിങ് ഡിസിഷൻ, മേ ബി ഇതും 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എസ്റ്റിമേറ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫണ്ട്സ്, അതായത് നമുക്ക് എത്ര ക്യാഷ് വേണം എന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. അതാണ് എസ്റ്റിമേറ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫണ്ട്സ്. ഐഡൻറ്റിഫൈങ് ദി വേരിയസ് സോഴ്സ് ഓഫ് ഫണ്ട്, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ ഉറവിടങ്ങളിലാണ് നമുക്ക് ക്യാഷ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ ഇവാലുവേറ്റ് ചെയ്യുന്ന വാരിയസ് സോഴ്സ് ഓഫ് ഫണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, ഓരോ സോഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ ഡിറ്റർമൈൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യണം. വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ കേട്ടോ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പിന്നെ സെലക്ടിങ് ദി ബെസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട്സ് അക്കോർഡിംഗ് ടു ദ ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, ബെസ്റ്റ് സോഴ്സ് ഓഫ് റിസോഴ്സിൻ്റെ ആ ഒരു സോഴ്സ് ഉണ്ടല്ലോ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രൊക്യൂറിങ് ഫോർ ഒബ്റ്റെയിനിങ് ഫണ്ട്സ് എന്ന് നമ്മൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ എമൗണ്ട് പ്രൊക്യൂർ ചെയ്യണം. അതാണ് പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ഫിനാൻസിങ് ഡിസിഷൻ. 5 മാർക്സിൻ്റെ ക്വസ്റ്റിന് വരാൻ ചാൻസ് ഉണ്ട്, പഠിച്ച് വെക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. Capital structure is the mix of debt and equity which a company uses to finance its long-term operations. Debt capital is company's long-term borrowings. Equity capital is the long-term funds provided by shareholders or owners of the company. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഡെപ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഇക്വിറ്റിൻ്റെയും, അതായത് ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസ് ലോങ് ടേം ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമാണ്, ഫിനാൻസ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിൻ്റെയും ഒരു മിക്സിനെയാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ദി മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി വിച്ച് എ കമ്പനി യൂസസ് ടു ഫിനാൻസ് ഇറ്റ്സ് ലോങ് ടേം ഓപ്പറേഷൻസ്. ഡെപ്റ്റ് ക്യാപിറ്റൽ ഈസ് ദ കമ്പനീസ് ലോങ് ടേം ബോറോയിങ്സ്. ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പനിയുടെ ലോങ് ടേം ദീർഘകാല ബോറോയിങ്സിനെയാണ് എന്ത് പറയുന്നത്, ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ദി ലോങ് ടേം ഫണ്ട്സ് പ്രൊവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതെന്താണ്, ഓണേഴ്സ് ഫണ്ട് എന്ന് പറയാം. അത് നമ്മൾ ഒരിക്കലും അവർക്ക് തിരിച്ചു കൊടുക്കണ്ട. ഇപ്പോൾ ഡെപ്റ്റൊക്കെ, അതായത് കടമൊക്കെ എടുക്കുക, ബാങ്കിൽ നിന്ന് കടമൊക്കെ എടുക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റും കൊടുക്കേണ്ടി വരും, പിന്നെ ആ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അതല്ല പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിലും നമ്മൾ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇക്വിറ്റി ഷെയർസ് അങ്ങനെയല്ല. ഇക്വിറ്റി ഷെയർസിന് എന്തില്ല, ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നമ്മൾ ഈ പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സിനും പേയ്മെൻറ്റ്, അതായത് ഇപ്പോൾ ബാങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാണ്ടെങ്കിൽ അതും, പിന്നെ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കാണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ, അതായത് ഇപ്പോൾ കമ്പനിയുടെ കയ്യിൽ എന്താണോ ബാക്കിയുള്ളത് ആ ഉള്ളത് ആർക്ക് കൊടുത്താൽ മതി, ഇക്വിറ്റി ഷെയർസിന് കൊടുത്താൽ മതി. അവർക്ക് എന്തില്ല, ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് പറയുന്നില്ല. ഒരു ഇക്വിറ്റി ഷെയർസ് എന്തല്ല, ഒരു ബാധ്യതയല്ല, അവർ കമ്പനിയുടെ റിയൽ ഓണേഴ്സാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 4th സെമ്മിൽ കോർപ്പറേറ്റ് റെഗുലേഷനിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഇക്വിറ്റി ഷെയർസും പ്രിഫർ, അപ്പോൾ നമുക്കതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് കേട്ടോ ഇത് പറയുന്നത്. ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ദി ലോങ് ടേം ഫണ്ട്സ് പ്രൊവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെപ്റ്റ് ക്യാപിറ്റൽ ഈസ് ദി ഒരു കമ്പനിയുടെ ലോങ് ടേം ബൊറോയിങ്സ് ആണ് എന്ത് പറയുന്നത്, ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ട്, അതിനെയാണ് എന്ത് പറയുന്നത്, ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ റിഫേഴ്സ് ടു ദി കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ യൂസ്ഡ് ബൈ ഓർഗനൈസേഷൻ ടു ഫിനാൻസ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇത് പഠിച്ചാൽ മതി. ഐ തിങ്ക് ഇത് കുറച്ചും കൂടെ മോർ ഈസി. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫറെൻറ്റ് സോഴ്സ് ഓഫിൻ്റെ കോമ്പിനേഷൻ, അതായത് നമുക്ക് ക്യാഷ് പ്രൊക്യൂർ ചെയ്യാൻ കഴിയുന്ന ഡിഫറെൻറ്റ് സോഴ്സിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. റിഫേഴ്സ് ടു ദി കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ യൂസ്ഡ് ബൈ ഓർഗനൈസേഷൻ ടു ഫിനാൻസ് ഇറ്റ് ആക്ടിവിറ്റീസ്. അതായത് അതിൻ്റെ ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് നടന്നു പോകാൻ വേണ്ടിയിട്ട് അതിനാവശ്യമുള്ള ഫണ്ടിന് വേണ്ടി, ഫിനാൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സോഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ, അതിനാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ലൈൻസും എഴുതി വയ്ക്കുന്നത് നല്ലതാട്ടോ. അതായത് ഈ ബ്രാക്കറ്റിലിട്ടതും അതുപോലെ തന്നെ നെക്സ്റ്റ് ഈ ബ്രാക്കറ്റിലിട്ടതും കേട്ടോ. പിന്നെ ഇനി അതുമല്ല വേറെ ഡെഫിനിഷൻ വേണമെങ്കിൽ അതുമുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻസ് പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ ദി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. അതായത് ഒരു കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിൽ
ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും ഒരു പ്രൊപ്പോർഷനെയാണെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ ദി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഇറ്റ് ഇൻവോൾവ്സ് ഡിസിഷൻസ് വിത്ത് റെസ്പെക്ട് ദ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ടു ബി ഇഷ്യൂഡ്, ദ റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി. അതായത് ഏത് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റിയാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത് ആ ഓരോ ടൈപ്പ് ഇതും എത്ര പ്രൊപ്പോർഷനിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അതാണ് അത് പറയുന്നത്. അതായത് ഇപ്പോൾ ഡിവിഡൻഡ് എത്രയുണ്ട്, ഡെപ്റ്റ് എത്രയുണ്ട്, പ്രിഫറൻസ് ഷെയർസ് എത്രയുണ്ട്, ഇക്വിറ്റി ഷെയർസ് എത്രയുണ്ട്, അതൊക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നു ക്യാപിറ്റൽ സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കാം. ഇതിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. The importance of capital structure lies in the fact that different sources of capital have different risk return characteristics. അതായത് നമ്മളിപ്പോൾ ഫണ്ട് പ്രൊക്യൂർ ചെയ്യുന്നത് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നായിരിക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ മേ ബി നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡെപ്റ്റ് ആയിരിക്കും. അതും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട്. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഫണ്ട് പ്രൊക്യൂർ ചെയ്യുന്നത്, അപ്പോൾ അതിന് ഡിഫറെൻറ്റ് റിസ്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് പ്രൊക്യൂർമെൻ്റ് ആകുമ്പോൾ ഡിഫറെൻറ്റ് റിസ്ക് ആയിരിക്കും ഓരോന്നിനും ഉണ്ടായിരിക്കുക. സെർട്ടൈൻ സോഴ്സസ് ആർ മോർ കോസ്റ്റ്ലി ബട്ട് ലെസ്സർ റിസ്കി. അതായത് ചിലതിന് കോസ്റ്റ് കുറവായിരിക്കും. അതായത് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും, കോസ്റ്റ് കുറവായിരിക്കും, പക്ഷേ റിസ്ക് കൂടുതലാണ്. പക്ഷേ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് കൂടുതലാണ്, പക്ഷേ റിസ്ക് കുറവാണ്. Other are lesser costly but more risky. For example, equity is least risky capital. This is so because it does not involve fixed commitment regarding payment of dividend. അതായത് ഇക്വിറ്റി ഷെയർസിന് റിസ്ക് കുറവാണ്. കാരണം എന്താ, ദിസ് ഈസ് സോ ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ഫിക്സഡ് കമ്മിറ്റ്മെൻറ്റ് റിഗാർഡിങ്. അതായത് നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് അവർക്ക് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കണ്ട. ആർക്ക്, ഇക്വിറ്റി ഷെയർസ് ഹോൾഡേഴ്സിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവർക്കൊരു ഫിക്സഡ് എമൗണ്ട് ഡിവിഡൻ്റ് അവർക്ക് കൊടുക്കണ്ട. എബവ് ഓൾ ഇറ്റ് ഈസ് നോട്ട് ടു ബി റിട്ടേൺഡ് ഡ്യൂറിങ് ദി ലൈഫ് ഓഫ് ടൈം ഓഫ് ദി കമ്പനി. അതായത് ലൈഫ് ടൈം ഓഫ് ദി കമ്പനി നമ്മൾ അവർക്ക് റിട്ടേൺ കൊടുക്കുകയും വേണ്ട. ലൈഫ് ടൈം ഓഫ് ദി കമ്പനി ആ കേസിൽ അവർക്ക് ആ ക്യാഷ് റിട്ടേൺ കൊടുക്കുകയും വേണ്ട. ബട്ട് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോസ്റ്റ്ലിയസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്. പക്ഷേ ഏറ്റവും കോസ്റ്റ് കൂടിയൊരു ഇതാണ് എന്ത് പറയുന്നത്, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. The reason is that return expected by the equity shareholder is higher than the return expected by other investors. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹൈ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം പ്രിഫറൻസ് ഷെയർസ് ഹോൾഡറിന് ഓഫ് കോഴ്സ് ഒരു ഉറപ്പാണ് അവർക്ക് ഒരു 10%, ഫോർ എക്സാമ്പിൾ പറയണം, 10% ആയിരിക്കും അവർക്ക് കിട്ടുക, ഡിവിഡൻറ്റ് കിട്ടുക എന്ന് അവർക്ക് ഓൾറെഡി ഉറപ്പാണ്. പക്ഷേ ഇക്വിറ്റി ഷെയർസ് ഹോൾഡേഴ്സിന് അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റ് ഇല്ല. അതായത് അവർ വിചാരിക്കുന്നില്ല അവർക്ക് ഉറപ്പില്ല 10% അതാണ് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതാണ് പറയുന്നത് ഇവിടെ. On other hand, debt is cheapest source of finance but it's more risky. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത് ഡെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിനെന്താണ് കൂടുതൽ റിസ്ക് ആണ്. ദിസ് ഈസ് സോ ബിക്കോസ് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹാസ് ടു ബി പെയ്ഡ് ഓൺ ഡെപ്റ്റ്. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ മേ ബി നമ്മൾ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുക്കില്ലേ, അങ്ങനത്തെ കേസിനെയാണ് നമ്മൾ ഡെപ്റ്റ് എന്ന്. അപ്പം നമ്മൾ അവർക്ക് ഓഫ് കോഴ്സ് എന്തായാലും മന്ത്ലി ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യണം. ബിസൈഡ്സ്, even if the company incurs loss, it must pay interest on debt. Moreover, the principal's amount has to be returned after a specified period, but it least costly because the rate of interest is usually lower than the rate of dividend and it is deductible for tax purpose. Preference capitalized is in between equity and debt in terms of risk return consideration. It is moderately risky and costly. In fact, it is a hybrid security. It is so because it has some characteristics of debt and certain characteristics of equity. Anyway, ഞാൻ ജസ്റ്റ് ഒരു ഇതിലിങ്ങനെ പോയിന്റ് കൊടുത്തപ്പോൾ നിങ്ങൾ എഴുതി വയ്ക്കുക. ഇതെല്ലാം നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്യട്ടോ. ഇടുകൊണ്ട് പോയിൻറ്റ്സ് ആയിരിക്കും വരിക. ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആദ്യം ജസ്റ്റ് ഇതിന്ന് ഞാൻ പറഞ്ഞ കുറച്ച് പോയിൻറ്റ്സ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ഈ പോയിന്റ് എഴുതിയാൽ കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അത് വായിച്ചത്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ മെയിൻ റിസ്റ്റ് ദി ഫോളോയിങ് പോയിന്റ്സ്. നമുക്ക് ആ പോയിന്റ്സ് ഒന്ന് പറയാം. എ ഗുഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ മിനിമൈസ് ദ ഫിനാൻഷ്യൽ റിസ്ക് അസ്യൂംഡ് ബൈ ദി കമ്പനി. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസ്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കാൻ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒരു നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കൊണ്ട് കഴിയും. അതാണ് എ ഗുഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ മിനിമൈസ് ദ ഫിനാൻഷ്യൽ റിസ്ക് അസ്യൂംഡ് ബൈ ദി കമ്പനി.
A sound capital structure avoid ഓവർ ഓർ അണ്ടർ ക്യാപിറ്റലൈസേഷൻ. അതായത് ഒരു നല്ലൊരു സൗണ്ടായിട്ടുള്ളൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് അവോയ്ഡ് ചെയ്യും? ഓവർ ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ അവോയ്ഡ് ചെയ്യും. പിന്നെ എ ഗുഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ദി ഫേം. അതായത് ഒരു ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഗുഡ് ക്യാപിറ്റൽ സ്ട്രക്ചറിന് കഴിയും. എ സൗണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ മിനിമൈസ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സൗണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിന് കഴിയും. എ ക്യാപിറ്റൽ സ്ട്രക്ചർ ഹെൽപ്പ് ടു ഡിറ്റർമൈൻ ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രൊജക്റ്റ്. അതായത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ഒരു നല്ല റേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ലൊരു റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇൻ ദ ആബ്സെൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ദ ഫേം മേ ഫേസ് ദ പ്രോബ്ലം ഓഫ് റേസിംഗ് ഫണ്ട്സ് ആൻഡ് ഫിനാൻസിങ് പ്രൊജക്റ്റ് ഇൻ ദി ലോങ് റൺ. അതായത് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഇല്ല, അതിൻ്റെ ഒരു ആബ്സെൻസിൽ എന്ത് ചെയ്യും? റേസിംഗ് ഓഫ് ഫണ്ട്സ്, അതായത് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫിനാൻസിങ് പ്രൊജക്റ്റ് ലോങ് റണ്ണിൽ ഫിനാൻസിങ് പ്രൊജക്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കുറച്ച് കഷ്ടപ്പെടും, പ്രോബ്ലംസ് ഫേസ് ചെയ്യും. അതാണ് അത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതും എല്ലാവരും പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് പോയിൻ്റാണ് ആൻ അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ മേ ഇംപ്രൂവ് ദ സോൾവൻസി പൊസിഷൻ ഓഫ് ദി കമ്പനി. അതായത് ഒരു കമ്പനിയുടെ സോൾവൻസി പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ക്യാപിറ്റൽ സ്ട്രക്ചർ ഹെൽപ്പ് ചെയ്യും. സോൾവൻസി എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുത്തു തീർക്കാനുള്ള അങ്ങനെയൊരു മീനിങ് ആണ് ഈ സോൾവൻസി പൊസിഷൻ എന്ന് പറയുക. അതായത് കുറച്ചും കൂടെ എന്താ പറയുക, ഇമ്പ്രൂവ് ആവും. അതായത് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒന്നും കൂടെ ഇമ്പ്രൂവ് ആവും. അത് തന്നെയാണ് സോൾവൻസി പൊസിഷൻ. ഇൻസോൾവൻസി എന്ന് പറയുമ്പോൾ പാപ്പരത്വം. ഇത് ഇൻസോൾവൻസിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് അല്ല വരുന്നത്, അതിൻ്റെ വേറൊരു മീനിങ്. അതായത് ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇത് മേ ബി 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവേ, കാരണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഓൾറെഡി ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ഫേമിൻ്റെ നേച്ചറും അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്പും അനുസരിച്ചിട്ട് ഫസ്റ്റ്. പിന്നെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഓണർഷിപ്പിൻ്റെ ബേസിൽ. പിന്നെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കോസ്റ്റ്. ഒന്നുകൂടെ വരുന്നുണ്ട്, ഒരു 4 കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അത് നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ദി ഫേം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഓൺ ദി ബേസ് ഓഫ് നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ദി ഫേം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ക്ലാസിഫൈഡ് ഇൻ 2 ടൈപ്സ്. ഒന്ന് സിമ്പിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ when the capital structure is composed of equity shares capital only or with retained earnings, it is known as simple capital structure. അതായത് സിമ്പിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആ ക്യാപിറ്റൽ സ്ട്രക്ചർ കമ്പോസ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രം വെച്ചിട്ടുള്ളതാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? സിമ്പിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് കോംപ്ലക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ when the capital structure comprises of more than one source, it is known as complex capital structure. അതായത് ഒന്നിൽ കൂടുതൽ സോഴ്സ് യൂസ് ചെയ്തിട്ട് കംപ്രൈസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്? കോംപ്ലക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഈ മോർ ദാൻ വൺ സോഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും അത്? ഇഫ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ കംപ്രൈസസ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിങ്സ്, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, കറൻറ്റ് ലയബിലിറ്റീസ്, ഇതിനെയാണ് എന്ത് പറയുന്നത്? കോംപ്ലക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ദി ഫേം. നെക്സ്റ്റ് പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഓണർഷിപ്പിൻ്റെ ബേസിലും ഇതുപോലെ തന്നെ 2 ആക്കിയിട്ടുള്ളത്. ഒന്നെന്ത്? ഓൺ ദി ബേസ് ഓഫ് ഓണർഷിപ്പ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഓണർഷിപ്പ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ബോറോവ്ഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതിനെ നമ്മൾ ഓണർഷിപ്പ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നും ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബോറോവ്ഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നും ആക്കിയിട്ടുണ്ട്. ഓണർഷിപ്പ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ? ഇഫ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് മെയ്ഡ് അപ്പ് ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് സച്ച് ആസ് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ്, ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് സെറ്റ് ടു ബി ഓണർഷിപ്പ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത്
ആ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത് ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ടാണ്. അതായത് പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് റീറ്റെയിൻ ഏർണിങ്സ് ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ അതാക്കില്ല. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് സെറ്റ് ടു ബി ഓണർഷിപ്പ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിനെയാണ്. പിന്നെ ബോറോവ്ഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇഫ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് കമ്പോസ്ഡ് ഓഫ് borrowed capital such as debentures, long term loans, the capital structure is said to be borrowed capital structure. അതായത് borrowed യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, borrowed capital structure എന്ന് പറയുന്നത്. ഈ borrowed എന്ന് പറയുമ്പോൾ ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, അതിനൊക്കെയാണ് borrowed ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് മൂന്നാമത്തെ ബേസ് ക്ലാസിഫിക്കേഷനാണ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഒരു ക്യാപിറ്റലിൻ്റെ സോഴ്സ് വെച്ചിട്ട്. അപ്പോൾ അതിൽ ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് 2 ടൈപ്സ്, നെയിംലി ഇൻറ്റേർണൽ ക്യാപിറ്റൽ ആൻഡ് എക്സ്റ്റേർണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. അതിനെ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഇൻറ്റേർണൽ ക്യാപിറ്റൽ സ്ട്രക്ചറെന്നും അതുപോലെ തന്നെ എക്സ്റ്റേർണൽ ക്യാപിറ്റൽ സ്ട്രക്ചറെന്നും. ഇൻറ്റേർണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ വെൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് കമ്പോസ്ഡ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സസ് സച്ച് ആസ് ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിങ്സ്, പ്രിഫറൻസ് ഷെയർസ്, ക്യാപിറ്റലിറ്റീസ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ, അതാണ് ഇക്വിറ്റി ഷെയർസ്, റിട്ടേൺ ഏർണിങ്സ്, പ്രിഫറൻസ് ഷെയർസ് ഒക്കെ അതിൽ പറയുന്നത്. പിന്നെ എക്സ്റ്റേർണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള അത് വെച്ചിട്ട് കമ്പോസ് ചെയ്യുന്നതിനെയാണ് എന്താ പറയുന്നത്, എക്സ്റ്റേർണൽ. വെൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് കമ്പോസ്ഡ് ഓഫ് എക്സ്റ്റേർണൽ സോഴ്സസ് സച്ച് ആസ് ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ് ഒക്കെ പുറത്തുള്ളതല്ലേ. അതായത് ലോങ് ടേം ലോൺസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ പുറത്ത് ബാങ്കിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടൊക്കെ നമ്മൾ ലോൺ വാങ്ങിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഓർഗനൈസേഷന് പുറത്തുള്ളതാണ് നമ്മൾ എക്സ്റ്റേർണൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കോസ്റ്റ്. അതായത് നമ്മൾ കോസ്റ്റിൻ്റെ ബേസിൽ എങ്ങനെയൊക്കെ ഇതാക്കാം. ഓൺ ദി ബേസിസ് ഓഫ് കോസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് കോസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് വേരിയബിൾ കോസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഇതുവരെയുള്ള ബിസിനസ് സ്റ്റഡീസിലും അക്കൗണ്ടൻസിലും ഫിനാൻഷ്യൽ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ഫിക്സഡ് കോസ്റ്റ് പറയുമ്പോൾ ഫിക്സഡ് ആയിരിക്കും എമൗണ്ട്, അതിന് വേരിയേഷൻസ് ഒന്നുമില്ല. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ റെൻറ്റ് കൊടുക്കുമ്പോൾ ഒരു മാസം 5000 രൂപയാണ് റെൻറ്റ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് 5000 രൂപ തന്നെയാണ്, അത് കഴിഞ്ഞാൽ 5000 രൂപയാണ്, അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ മാസം നമ്മൾ കൊടുത്ത 5000 രൂപ തന്നെയായിരിക്കും. അതിലെന്ത് വരുന്നില്ല, വേരിയേഷൻസ് വരുന്നില്ല. പക്ഷേ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വേരിയബിൾ കോസ്റ്റിന് എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, വേരിയബിൾ കോസ്റ്റിന് എക്സാമ്പിളാണ് ഇപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ. കാരണം പ്രൊഡക്ഷൻ കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അതായത് പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ കോസ്റ്റും കൂടുതലായിരിക്കും, അതല്ല പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ എന്തായിരിക്കും, കോസ്റ്റും കുറവായിരിക്കും. അപ്പോൾ അവിടെ ഒരു വേരിയേഷൻസ് വരും. അതാണ് എന്ത് പറയുന്നത്, ഈ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതിലെന്താ നോക്കാം. ഈ ഫസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇഫ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് മെയ്ഡ് അപ്പ് ഫിക്സഡ് കോസ്റ്റ് സെക്യൂരിറ്റീസ് സച്ച് ആസ് പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ലോങ് ടേം ലോൺസ്, ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് സെറ്റ് ടു ബി ഫിക്സഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് ഇപ്പോൾ പ്രിഫറൻസ് ഷെയർസിന് അതുപോലെ തന്നെ ലോങ് ടേം ലോണിന് അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് അവിടെ കൊടുക്കേണ്ടത്. അതായത് പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവിടെ എന്തുണ്ടായിരിക്കും, ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ബാങ്കിൽ ലോണിന് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുകയാണെങ്കിലും അവിടെ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മന്ത്ലി അല്ലെങ്കിൽ ഇയർലി നമ്മൾ പേ ചെയ്യേണ്ടത്. പക്ഷേ ഇക്വിറ്റി ഷെയർസിനൊന്നും അങ്ങനെയില്ല. കാരണം എന്താ, അവിടെ ഒരു ഫിക്സഡ് റേറ്റ് വരുന്നില്ല. അപ്പോൾ ഇവിടെ അതാണ് പറയുന്നത് കേട്ടോ, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോണൊക്കെ എന്താണ്, ഒരു ഫിക്സഡ് കോസ്റ്റ് സെക്യൂരിറ്റീസ് ആണെന്നാണ് പറയുന്നത്. അതാണ് ഫിക്സഡ് കോസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് വേരിയബിൾ കോസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇഫ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് മെയ്ഡ് അപ്പ് വേരിയബിൾ കോസ്റ്റ് സെക്യൂരിറ്റീസ് സച്ച് ആസ് ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, കറന്റ് ലയബിലിറ്റീസ്. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താ, ഓഫ്കോഴ്സ് നമുക്ക് അവിടെ ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് നമുക്ക് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിലാണ് ആർക്ക് കൊടുക്കേണ്ടത്, ഇക്വിറ്റി ഷെയർസിന് കൊടുക്കേണ്ടത്. അത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അവർക്ക് കൊടുക്കണം. മേ ബി കഴിഞ്ഞ മാസത്തേക്കാ കുറവായിരിക്കാം ഇപ്പോൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നല്ലതായിട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു വേരിയേഷൻസ് അവിടെ വരുന്നുണ്ട്, ആദ്യം കൊടുത്തതും ഇപ്പോൾ കൊടുക്കുന്നതും തമ്മിൽ. അതാണ് വേരിയബിൾ കോസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെ ബേസിലായിരുന്നു. എന്തൊക്കെ നേച്ചർ, ടൈപ്പ്, അതുപോലെ തന്നെ ഓണർഷിപ്പ്, പിന്നെ ഇത്
കോസ്റ്റിൻ്റെ ബേസിൽ, അങ്ങനെ നമ്മൾ 4 തരത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ അഡീഷണലായിട്ട് വേറെയും കുറച്ച് ക്യാപിറ്റൽ സ്ട്രക്ചർ വരുന്നുണ്ട്. ഹൊറിസോണ്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ, പിരമിഡ് ഷേപ്പ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് പിരമിഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഹൊറിസോണ്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ, ഇൻ എ ഹൊറിസോണ്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ദ ഫേം ഹാസ് 0 ഡെപ്റ്റ് കോമ്പോണൻസ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻസ്, ഇൻ അതർ വേർഡ്സ്, if all the funds required for a particular project are brought on by owners only, it is called horizontal capital structure. ഇവിടെ എന്ത് വരുന്നില്ല, ലയബിലിറ്റി വരുന്നില്ല എന്നാണ് പറയുന്നത്. ഹൊറിസോണ്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഒരു ഓർഗനൈസേഷൻ്റെ നടത്തിപ്പിന് വേണ്ട സകല ഫണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഓണേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരുന്നില്ല, നമുക്ക് തിരിച്ചു കൊടുക്കണം നിർബന്ധമില്ല. കാരണം എന്താ, ഓണേഴ്സാണ് ഫണ്ട് വരുന്നത്, അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും അവർക്കുള്ളതാണ്. സോ അവിടെ ഒരു ലയബിലിറ്റി കാര്യങ്ങൾ വരുന്നില്ല. അതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ സെക്കൻഡ് ലൈൻ ഇത്, ഇഫ് ഓൾ ദി ഫണ്ട്സ് റിക്വയർഡ് ഫോർ എ പെർട്ടിക്കുലർ പ്രൊജക്റ്റ് ആർ ബ്രൗട്ട് ഔട്ട് ബൈ ഓണേഴ്സ് ഓൺലി, ഇറ്റ് ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ആ സെക്കൻഡ് ലൈൻ ഉണ്ടല്ലോ, അത് പഠിച്ചാൽ മതി കേട്ടോ. ഐ തിങ്ക് അതാണ് കുറച്ചും കൂടെ ഈസി. ഓക്കെ, അതാണ് ഹൊറിസോണ്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. നെക്സ്റ്റ് പറയുന്നതാണ് വെർട്ടിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ദിസ് ഈസ് റിവേഴ്സ് ഓഫ് ഹൊറിസോണ്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇൻ എ വെർട്ടിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ദ ബേസ് ഓഫ് ദി സ്ട്രക്ചർ ഈസ് ഫോംഡ് ബൈ സ്മോൾ എമൗണ്ട് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. This base serves as the foundation on which the superstructure is built by preference share capital and debt. അതായത് ഈ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത് പറയുന്നത്, വെർട്ടിക്കൽ. അതായത് റിവേഴ്സ് ആണ് എന്ത് പറയുന്നത്, വെർട്ടിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ആ ഒരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൻ്റെ ബേസ് മാത്രമായിരിക്കും ഓണേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓണേഴ്സ് തരിക എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കുക ആ ഒരു സ്ട്രക്ചറിൻ്റെ ബേസ് മാത്രമായിരിക്കും. ബാക്കി വരുന്നത് ഇപ്പോൾ ഒരു പിരമിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വേണ്ടി വരുമല്ലോ. അപ്പോൾ ബാക്കി എമൗണ്ടൊക്കെ നമ്മളെങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത്, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ഡെപ്റ്റ് ചെയ്യുന്നതും അങ്ങനത്തെ എമൗണ്ടൊക്കെയാണ് അത് വരുന്നത്. അതാണ് വെർട്ടിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഇക്വിറ്റി ഷെയർസ് മാത്രമാണ് അവിടെ ഇഷ്യൂ ചെയ്യുക. അതായത് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർ ഫണ്ട് എന്ന് പറയുന്നത് ഓണേഴ്സ് ഫണ്ട് എന്നാണ് പറയുക. അതാണ് ഇവിടെ എന്ത് പറയുന്നത്, ഇഫ് ഓൾ ദി ഫണ്ട്സ് ഓഫ് റിക്വയർഡ് ഫോർ എ പെർട്ടിക്കുലർ പ്രൊജക്റ്റ് ആർ ബ്രൗട്ട് ഔട്ട് ബൈ ദി ഓണേഴ്സ് ഓൺലി, അതാണ് ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്, അതിൻ്റെ ഒരു ബേസ് മാത്രമായിരിക്കും ഓണേഴ്സ് തരിക. ബാക്കി വരുന്ന എമൗണ്ടൊക്കെ നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടും ഡെപ്റ്റായിട്ടും ഇങ്ങനെയൊക്കെ നമ്മൾ സംഘടിപ്പിക്കണം. അതാണ് വെർട്ടിക്കൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് പിരമിഡ് ഷേപ്പ്ഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. As the name suggests, pyramid shaped capital structure has a large proportion of equity share capital and retained earnings. Proportion of debt is very low. അതായത് പിരമിഡ് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇപ്പം അതായത് ഇപ്പോൾ ഒരു പിരമിഡിൻ്റെ ഷേപ്പ് അറിയുണ്ടാവില്ലോ, ഇങ്ങനെ ഒരു ത്രികോണം പോലെ, അതല്ലേ പിരമിഡ്. അതിൻ്റെ വലിയൊരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഈ ഇക്വിറ്റി ഷെയർസും റിട്ടേൺ ഏണിങ്സും വെച്ചിട്ട് കവർ ചെയ്യും. ബാക്കി ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ഈ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് പിരമിഡ് ഷേപ്പ്ഡ്. പിന്നെ ഇൻവേർട്ടഡ് പിരമിഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ പിരമിഡ് ഷേപ്പ്ഡ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത് പറയുന്നത്, ഇൻവേർട്ടഡ് പിരമിഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും, അവിടെ ഈ പ്രിഫറൻസ് ഷെയർസിൻ്റെ അതുപോലെ തന്നെ ഡെപ്റ്റിൻ്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരിക്കും. ചെറിയൊരു പോർഷനായിരിക്കും ഇക്വിറ്റി ഷെയർസും അതുപോലെ തന്നെ റിട്ടേൺ ഏണിങ്സും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ദിസ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് പിരമിഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദിസ് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഹാസ് സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് equity share capital, reasonable level of but an ever increasing component of debt. Many large organizations go for this type of capital structure. The addition in the capital structure is almost entirely in the form of debt. ഓക്കെ, ഞാൻ മലയാളത്തിൽ പറഞ്ഞത് മേ ബി നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചൊന്നും മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല. അതാണ് ഞാൻ മലയാളത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്കത് ഇംഗ്ലീഷിലോട്ട് നിങ്ങൾ 1-2 തവണ വായിച്ച് അങ്ങ് കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.